ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും ലൈഫ്ടോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണം ഈ വർഷം ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളും ഓണം സന്തോഷമായിട്ട് കടന്നുപോയി. കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ മീനിൻ്റെ വീഡിയോ ആണ് വന്നുകൊണ്ടിരുന്നത്. ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബോറടിച്ചെന്ന് തോന്നുന്നു. എന്നാലും വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റം മീനുകളുടെ പാചകം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത്തവണ നമ്മളൊന്ന് മാറ്റി പിടിക്കുകയാണ്. മീനൊന്ന് മാറ്റി ബീഫിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ബീഫിൻ്റെ ഒരു വെറൈറ്റി നാടൻ സ്റ്റൈലിലുള്ള ഒരു കുക്കിങ്ങാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയണം. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ചാനലൊക്കെ വളരുന്നതും നല്ല നല്ല വീഡിയോ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരുടെയും ചാനൽ വളരുന്നതിലും മുൻപോട്ട് പോകുന്നതിലും അതിയായ സന്തോഷം. നമ്മളെ കഴിയുന്ന സപ്പോർട്ടൊക്കെ നിങ്ങൾക്കും ഞങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഇന്ന് നല്ലൊരു അടിപൊളി പോത്തുകറിയാണ്. ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ച അടിപൊളി ഒരു പോത്തുകറി. അപ്പോൾ പോത്തുകറിക്ക് ഏറ്റവും രുചി കൂട്ടുന്നത് ചെറിയുള്ളിയാണ്. പഴമക്കാർക്കറിയാം ഉള്ളി പോത്തിനകത്ത് ചേർത്താൽ എത്രമാത്രം രുചിയുണ്ടെന്നും അത് കഴിച്ചിട്ടുള്ളവർക്കും. ഇപ്പോൾ ഉള്ളിയൊക്കെ പൊളിച്ച് എടുക്കാനും അത് അരിഞ്ഞിടാനും ഒക്കെ ഉള്ള താമസം കൊണ്ടാവാം പോത്തിനകത്ത് സവോളയാണ് കൂടുതലിടുന്നത്. സവോള ഇടുമ്പോൾ നേരിയൊരു മധുരമാണ് വരുന്നത്. ഉള്ളി ഇടുമ്പോൾ മറ്റൊരു രുചിയാണ് വരുന്നത്. ശരിക്കും ഉള്ളിയാണ് ബീഫിന് ഏറ്റവും രുചി കൂട്ടുന്ന സംഗതി. ഉള്ളിയാണ് ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ വിളഞ്ഞത് ചിരവി എടുത്തിട്ടുണ്ട്. 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അരച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല, മീറ്റ് മസാല, മല്ലിപ്പൊടി, ചുവന്ന മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല. ബീഫ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്ത് കുക്കറിനകത്തിടുക. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 10 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ബീഫിൻ്റെ സ്റ്റോക്ക്. അപ്പോൾ ഈ ബീഫിൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ച് നമുക്ക് കറികൾക്ക് വെള്ളത്തിന് പകരം ഈ സ്റ്റോക്ക് ഒഴിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ കൂടുതൽ രുചിയുണ്ടാവും. 1/2 കിലോ ബീഫ് എല്ലില്ലാതെ വലിയ കഷ്ണമായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബീഫ് നമുക്ക് ചെറിയ കഷ്ണമായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി ചെറുതായി മുഴുവൻ ഒന്ന് അരിഞ്ഞെടുക്കാം. മുളക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പ്രധാനപ്പെട്ട ചേരുവയായിട്ടുള്ള ചെറിയുള്ളിയും ബീഫും കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിരവി എടുത്ത തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ ബ്രൗൺ നിറം ആകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ്, കാശ്മീരി ചില്ലി അല്ല, എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ മാത്രം, ഗരം മസാല 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, മീറ്റ് മസാല 2 സ്പൂണ്, കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ചെറിയ തീയിൽ ഒരല്പസമയം ഇളക്കുക. നല്ലൊരു സുഗന്ധം വരും. അതുതന്നെയാണ് ഇതിൻ്റെ പാകമാകുന്ന ടൈമെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇപ്പോൾ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ചേർത്ത്
അപ്പം നന്നായിട്ട് കുഴമ്പായിട്ട് അരച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്നുകൂടി ചൂടാക്കി ഇത്ര എണ്ണ ഒഴിച്ച് കടുകിട്ടങ്ങ് പൊട്ടിക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ ചെറിയുള്ളിയും ചേർത്ത് ചെറിയ തീയിൽ തുടരെ ഇളക്കി 10 മിനിറ്റ് നേരം കൊണ്ട് നന്നായിട്ട് ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കാം. വഴന്നു വന്നപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളിയുടെ അളവ് കുറഞ്ഞു. ഇത് നമ്മുടെ കറിക്ക് പാകമാവും. ഈ കുക്കിങ്ങിൽ നമ്മൾ ഉള്ളി ധാരാളം എടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, വറുത്തരച്ച് വെച്ച തേങ്ങാക്കൂട്ട്. നമ്മളിവിടെ പച്ചവെള്ളം ഒഴിക്കുന്നില്ല. പകരം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് തണുത്തുകൊണ്ട് എത്ര ദിവസം വേണേലും ഇത് അവിടെ ഇരുന്നോളും. മുഴുവനും ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്തിരി കുറവായിരുന്നു ഉപ്പ്, ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത 1/2 കിലോ ബീഫിൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശേഷം നന്നായി അടച്ചു വെച്ച് നല്ല തീയിൽ ഒരു 10 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ബീഫ് കറിയുടെ പ്രത്യേകത എരിവ് വളരെ കുറവാണ്. തേങ്ങ വറുത്തരച്ചതിനാൽ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നു. നല്ലൊരു സുഗന്ധമുണ്ട്. ചെറിയുള്ളിയുടെ രുചിയും നല്ലൊരു കൊഴുത്ത ഗ്രേവിയുമാണ്. വളരെ സ്ലോ ആയ രീതിയിൽ കുക്ക് ചെയ്തെടുത്ത ഒരു ബീഫ് കറിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഇതിനുണ്ട്. നല്ല കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അങ്ങനെ ഏതിൻ്റെ കൂടെയും എല്ലാത്തിനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടിപൊളി പോത്ത് നാടൻ രീതിയിൽ വെച്ചത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. എരിവ് വളരെ കുറവായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഏത് ഫുഡിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. പോത്ത് എന്ന് പറയുന്നത് നമ്മളൊരു വികാരമാണ് മലയാളികൾ. അപ്പോൾ അതിൻ്റെ അടിപൊളി വെറൈറ്റികളായിട്ടുള്ള ഡിഷുകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡിഷ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരോടൊന്ന് പറയണം ട്രൈ ചെയ്യാൻ. നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോകളും ഷോർട്സുകളൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഷോർട്സുകൾ നമ്മൾ എന്നും ഇടുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഷോർട്സാണ്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് കാണണം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് തരുന്ന നല്ല സപ്പോർട്ടുകൾ നമുക്ക് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട്. ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും വീഡിയോയിലേക്കൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ പോകുന്നു. വീണ്ടും കാണാം. താങ്ക് യു.